ബാക്കി വന്ന ദോശമാവ് കൊണ്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പുളിച്ചുപോയ ദോശമാവായി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ദോശമാവ് ബാക്കി വന്നാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് വെറുതെ കളയുകയും വേണ്ട. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. അപ്പോൾ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരിത്തിരി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകവും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. അതും ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മതിയാകും. ഇനി ജീരകമൊക്കെ ഒന്ന് നല്ലപോലെ പൊട്ടി വന്ന് അതുപോലെ നമ്മൾ ഉഴുന്ന് പരിപ്പിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ സവാള ഏകദേശം ഒരു വലിയ സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ചെറുതായി അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് അങ്ങ് കിട്ടും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് സവാള വാടിക്കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സവാള ഏകദേശം ഒന്ന് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായി അരിഞ്ഞ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് വേണം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മളൊരു കത്രിക വെച്ചിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ഏകദേശം ഒരു വലിയ സൈസിലുള്ള ക്യാരറ്റ് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം അതും ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാനിതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയെല്ലാം പച്ചമണം നല്ലപോലെ ഒന്ന് മാറി വരണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില കുറച്ച് കൂടുതൽ അളവിലെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചെറിയൊരു സൈസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തക്കാളിയും ഒരു 1/2 കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്താലും നല്ല തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു വേണ്ട കേട്ടോ. അപ്പോൾ അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതാ രാവിലെ ബാക്കി വന്ന നമ്മളെ ദോശമാവ് ഇവിടെയുണ്ട്. അത് കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിതാ ഇതിലേക്ക് ഒരു കയ്യിൽ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നൈസായിട്ടുള്ള അരിപ്പൊടിയല്ല, നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, കുറച്ച് തരിയുള്ള പൊടി, അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ആ ഒരു അരിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ദോശമാവും കുറച്ച് കട്ടിയുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കട്ടിയായി പോകും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ ദോശമാവിന് പുളി ഉണ്ടെങ്കിൽ അതൊന്നിരിത്തിരി കുറയാനും അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പിയായി കിട്ടാനും അധികം എണ്ണ കുടിക്കാതിരിക്കാനും കേട്ടോ. അപ്പോൾ നമ്മളിത് എണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മാവ് കലക്കിയെടുക്കാം. ഒരുപാട് തിക്കുവാവേണ്ട, എന്നാൽ ഒരുപാടങ്ങ് ലൂസും ആവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഒന്ന് ചൂട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മസാലയിൽ മുളക് പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ നമുക്കിതിലേക്ക് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ 5-6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് പച്ചമുളക് കടിച്ചു പോകുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ആ ഒരു എണ്ണം കുറച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി. അതുപോലെ ഇതും കൂടിയും ചേർക്കുമ്പോൾ മാവ് ഇത്തിരിയും കൂടിയും കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. മാവ് അതിൽ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് ഒരു ഭാഗം ഒന്ന് ഇതാവുന്ന സമയത്ത് അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ ഇതിൽ അപ്പക്കാരം വേണമെന്നുള്ളവർക്ക് ഇതിൽ ഇടാം കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ അങ്ങ് പൊങ്ങി വരും. പക്ഷേ ഞാനിതിൽ ചേർത്തിട്ടില്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ചേർക്കാം. പക്ഷേങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളത് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല. ദോശമാവ് പോലെ കുറച്ച് കട്ടിയിൽ അധികം പരത്താണ്ട് ദോശക്കല്ലിൽ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം, എണ്ണ അധികം വേണ്ട എന്നുള്ളവർക്ക്. അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ അടുത്ത ഭാഗം ഒന്ന് തിരിച്ചിട്ടിട്ട് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണ അധികം കുടിക്കുക കേട്ടോ. കാരണം നമ്മൾ പുളിച്ച ദോശമാവില്ലേ, അങ്ങനെ ആകുമ്പോൾ എണ്ണ എന്തായാലും ഇത് കുറച്ചധികം തന്നെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്തിട്ട് നിങ്ങൾ മുതിർന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ദോശക്കല്ലിൽ വെച്ചിട്ട് ദോശയാക്കിയിട്ട് കുറച്ച് കനത്തിലങ്ങ് ചുട്ടെടുത്താൽ മതി.
അപ്പോൾ രണ്ട് ഭാഗവും നല്ല ഒരു കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഇത് വാങ്ങുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണേ, അങ്ങനെ ആകുമ്പോൾ എണ്ണ കുടിക്കുന്നത് അങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മളെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളാണ്. മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കളയാൻ നിൽക്കാതെ ഇതുപോലെ നല്ലൊരു റെസിപ്പി തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ എപ്പോഴും ഒരുപോലെ തന്നെ റെസിപ്പീസൊക്കെ നമ്മൾ സ്നാക്ക് തയ്യാറാക്കുമല്ലോ, വൈകുന്നേരം പഴംപൊരി, അതുപോലെ ഉള്ളിവട, പക്വട, അങ്ങനെ എപ്പോഴും ഒരേപോലെ റെസിപ്പീസൊക്കെ തയ്യാറാക്കിയിട്ട് മടുക്കുമ്പോൾ കുട്ടികൾക്കും ഇതുപോലെയൊക്കെ ചെയ്തെടുത്ത് കൊടുത്താൽ അവർക്കും അതൊരു വെറൈറ്റി ആയിട്ട് തോന്നും, കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.